ടു അവർ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് റവ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ റവ ഒന്ന് വറുത്തെടുക്കാം. അപ്പം അതിനാവശ്യമായിട്ടുള്ള നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത്. ഇനി നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ റവ ഇട്ട് കൊടുക്കാം. 1 കപ്പ് റവയാണ് ഞാൻ ഇടണത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ റവ ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങി റവയുടെ. ഈ സമയം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തേങ്ങയാണ് എടുത്ത് വെച്ചേക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള തേങ്ങ എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു 1 മിനിറ്റ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ റോസ്റ്റ് ചെയ്യുമ്പോൾ റവയുടെയും തേങ്ങയുടെയും ഒന്ന് കളർ ചേഞ്ച് വരേണ്ട കാര്യമില്ല നമ്മളുടെ ഈ ഒരു ബർഫിക്ക് വേണ്ടി. അപ്പോൾ ഞാൻ തേങ്ങ ഇട്ടിട്ട് ഏകദേശം 1 മിനിറ്റോളം റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ റവ ഞാൻ ആദ്യം ഒരു 7-8 മിനിറ്റോളം ഞാൻ റോസ്റ്റ് ചെയ്ത ശേഷമാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തത്. അപ്പോൾ മൊത്തം ഏകദേശം 9 മിനിറ്റോളം എടുത്തു ഇത് മൊത്തം റോസ്റ്റ് ചെയ്യാൻ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2.25 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് 2.25 കപ്പ് പാലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് റവ ചേർത്ത് കൊടുക്കാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് പാലിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പാല് നമ്മുടെ റവ നന്നായിട്ട് വലിച്ചെടുക്കണ വരെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ പാലിൽ നമ്മുടെ റവയിലേക്ക് പിടിച്ചു തുടങ്ങി. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ റവയിൽ പാല് മൊത്തം റവയിൽ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നമ്മളുടെ കശുവണ്ടി പൊടിച്ച് വെച്ചേക്കുന്നതാണിത്. 2 ടേബിൾ സ്പൂൺ ചേർത്തു. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബദാമിൻ്റെ പൊടിയാണ്. അതും 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ പൗഡറൊക്കെ നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചോയ്സിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് നമ്മൾ ഈ നട്ട്സൊക്കെ ചേർക്കുന്നത്. ഇനി നമ്മുടെ ഈ നട്ട്സിൻ്റെ പൊടികളും പഞ്ചസാരയൊക്കെ നമുക്ക് റവയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര അലന്ന് വരുമ്പോൾ ഇത് പിന്നെയും ഒരു മോയിസ്റ്റ് ലെവലിലേക്ക് ആയിക്കോളും. ഇപ്പോൾ ഇത് ഇച്ചിരി ഹാർഡായിട്ട് ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ടാവും, പക്ഷെ അത് മാറിക്കോളും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ ഷുഗറൊക്കെ നന്നായിട്ട് അരന്നിട്ട് നല്ല മോയിസ്റ്റ് ലെവലിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ ഈ ബർഫിക്ക്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് മിക്സ് ചെയ്ത് ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരിവാക്കി എടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മളുടെ ഈ ഒരു മിക്സ് പാനിൽ നിന്ന് ഇതേ കണ്ട വിട്ട് വരുന്നുണ്ട്. നമുക്കിനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ഈ ഗ്ലാസ് ട്രേയിലാണ് നമ്മുടെ ബർഫി സെറ്റ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണത്. ഞാനിപ്പോൾ നെയ്യ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ അത് വെച്ച് ഗ്രീസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നമ്മളുടെ ഇത് മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഞാൻ നമ്മുടെ മിക്സ് ഇതിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പിസ്ത ഇട്ടിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പിസ്ത ഇട്ടതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 30 മിനിറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യാനില്ല, ഇങ്ങനെ വെറുതെ വെച്ചാൽ മതി. അതിന് നമുക്കൊരു 30 മിനിറ്റ് ആയിട്ട് നോക്കാം. നമ്മുടെ ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാൻ നമ്മുടെ ബർഫി ഇതേ കട്ട് ചെയ്ത് പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്വീറ്റ് ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബർഫിയാണിത്. സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.